പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത്. തനിക്ക് രാഹുലിനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം ഇഷ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന റാംമോഹൻ പക്ഷേ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ വിവാഹം നടത്തുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ആർക്കും. എൻ്റെ തീരുമാനം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് കേട്ട് നടക്കുന്നതാണ് നല്ലത്. രാജി, അവളുടെ വിവാഹം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നടത്തും എന്നുള്ള കാര്യം അറിയിച്ചേക്ക്. അതിൽ യാതൊരു മാറ്റവുമില്ല, യാതൊരു തർക്കവുമില്ല. ഇതെൻ്റെ പ്രസ്റ്റീജിൻ്റെ കാര്യമാണ്. ഇത് കേൾക്കുന്ന രാജി കുഞ്ഞിൻ്റെ ആഗ്രഹം കൂടി പരിഗണിക്കണ്ടേ? വേണ്ട, ഇത് ഞാൻ എടുത്ത തീരുമാനമാണ്. അവൾ ഒരു തീരുമാനം എടുത്തപ്പോൾ ഞാനത് അംഗീകരിച്ചു കൊടുത്തതാണ്. അതുപോലെ തന്നെ ഈ തീരുമാനം ഞാൻ എടുക്കുമ്പോൾ അത് അംഗീകരിക്കേണ്ട ചുമതല അവളുടേതാണ്. അത് അവൾ ചെയ്തേ മതിയാകൂ. ഈ കാര്യത്തിൽ മറ്റൊരു സംസാരം വേണ്ട. ഞാൻ എന്ത് തീരുമാനിക്കുന്നു അത് അംഗീകരിച്ച് മുന്നോട്ട് പോവുക. രാജി ഈ കാര്യം അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഇത് പറഞ്ഞ് റാംമോഹൻ പോവുകയാണ്. ഇതോടെ ഇഷയെ ചെന്ന് കാണുന്ന രാജി ഇഷമോളോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ്. എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും രാഹുലിനെ വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല, എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്നതാണ് ഏറ്റവും വലിയ റീസൺ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് നീ എടുത്ത തീരുമാനം എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നിന്റെ അച്ഛൻ ഈ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാതെയാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് ഇപ്പോൾ തലവേദന ആയിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ ശരിയാകും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഞാൻ എന്തായാലും ഒരു തവണ കൂടി സാറിനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് എൻ്റെ ജീവൻ പോയാലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതം നൽകുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന രാജി നിന്റെ അച്ഛനും ഇതേ വാശിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഈ കാര്യത്തിൽ നിന്ന് പിറകോട്ട് പോവുകയില്ല എന്നുള്ള തീരുമാനം. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്താണ് ചെയ്യുക? എന്തായാലും ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാം. എന്നാൽ ഇതേ സമയം തൻ്റെ വിവാഹം എതിർത്തതിനെ തുടർന്ന് രാഹുൽ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ്. രാഹുൽ ഇഷയെ വിവാഹം കഴിച്ചാൽ അവളുടെ ജീവിതം ദുസ്സഹമാവും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന രാഹുലിൻ്റെ അച്ഛൻ രാഹുലിനോട് ഈ വിവാഹത്തിന് ഞാൻ ഒരിക്കലും സമ്മതം നൽകുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ ധൈര്യമായി മുന്നോട്ട് പോകാമെന്ന് ഉദ്ദേശിക്കേണ്ട. മാത്രവുമല്ല, എല്ലാ സത്യവും ഞാൻ എൻ്റെ സുഹൃത്തായ റാംമോഹനെ അറിയിക്കുകയും ചെയ്യും. അവനെങ്കിലും ഈ ചതിയിൽ നിന്ന് രക്ഷപ്പെടണം. അതാണ് എൻ്റെ ആഗ്രഹം. ഈ കാര്യം പറഞ്ഞതിനെ തുടർന്ന് രാഹുൽ എന്നാൽ നിങ്ങളുടെ മരിക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. നിങ്ങൾ ഇനി ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുള്ളവനല്ല, നിങ്ങൾക്ക് മടങ്ങാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അയാളെ കൊല്ലുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു. രക്ഷപ്പെടുന്നതിനായി രാഹുലിൻ്റെ അച്ഛൻ ശ്രമിക്കുന്നുവെങ്കിലും അതിന് സാധിക്കുന്നില്ല. ഇതേ തുടർന്ന് രാഹുൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അവസരം കൂടി ഞാൻ നൽകാം. അവസാനമായി എൻ്റെ കൂടെ നിൽക്കുന്നു, അതോ പരലോകത്തേക്ക് പോകുന്നു? എനിക്ക് ഈ കല്യാണം മാറ്റിവെക്കാൻ താല്പര്യമില്ല. നിങ്ങളിപ്പോൾ മരിച്ചാൽ ചിലപ്പോൾ വീണ്ടും ഈ വിവാഹം തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടതായി വരും. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇപ്പോൾ ജീവിതം ഭിക്ഷയായി നൽകുകയാണ് ഞാൻ. പക്ഷേ
ഇനിയും പ്രശ്നങ്ങളും എതിർപ്പുമായി എൻ്റെ മുന്നിലേക്ക് വന്നാൽ ഈ പരിഗണന ഇനി ലഭിക്കുകയില്ല. ഞാൻ പറയുന്നതാണ് ഇവിടെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ അനുസരിച്ച് കൂടെ നിൽക്കണം. പറഞ്ഞത് മനസ്സിലായല്ലോ? ഇത് കേട്ടതിനെ തുടർന്ന് അയാൾക്ക് ഉത്തരം നൽകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അയാൾ എല്ലാം സഹിച്ച് അവിടെ നിൽക്കുകയാണ്. ഇതേ സമയമാണ് സോഹൻ ഈ കാര്യങ്ങളെല്ലാം അറിയാനിടയാകുന്നത്. ഇതോടെ ഉടൻ തന്നെ ഈ വിവാഹത്തിന്റെ കാര്യം അഭിഷേകിനെ അറിയിക്കണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ്. അഭിഷേകിനെ ചെന്ന് കണ്ടതിനെ തുടർന്ന് അഭിഷേക്, എന്താണ് സോഹൻ ഇത്ര നേരത്തെ വരാൻ കാരണം? അഭിഷേക്, അർജന്റായി ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ, എന്തു പറ്റി? ഈഷയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്, അതും ആ രാഹുലുമായി. ഉടൻ തന്നെ ആ വിവാഹം നടക്കും എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. മാത്രവുമല്ല, ഈഷ ഈ വിവാഹത്തെ എതിർക്കാൻ നോക്കി. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ റാം മോഹൻ. പിടിവാശിയാണ് അയാൾക്ക്. നിന്റെ മുന്നിൽ തോറ്റുതരില്ല എന്നുള്ള പിടിവാശി. മാത്രവുമല്ല, എന്തൊക്കെ സംഭവിച്ചാലും നടത്തുമെന്ന് പറഞ്ഞ വിവാഹത്തിന്റെ തീയതി വരെ അയാൾ കുറിച്ചു കഴിഞ്ഞു. ഇത് കേൾക്കുന്ന അഭിഷേക്, എങ്ങനെയാടാ അവളെ ഇതിൽ നിന്ന് രക്ഷിക്കുക എന്ന് ചോദിക്കുന്നു. വളരെ ബുദ്ധിമുട്ടാണ്. മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതും യാഥാർത്ഥ്യം. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്നല്ലാതെ നമ്മൾ പറയുന്നതെല്ലാം അംഗീകരിക്കാൻ ഒരിക്കലും തയ്യാറാകില്ല റാം മോഹൻ. ആ രാഹുലിനെ പോയി കണ്ടാലോ എന്ന് സോഹൻ പറഞ്ഞതിനെ തുടർന്ന്, രാഹുലിന്റെ സ്വഭാവം എനിക്കറിയാം. അവൻ വെറും ഒരു നാറിയാണ്. നമ്മൾ പറയുന്നതൊന്നും കേൾക്കില്ല. മാത്രവുമല്ല, ഇഷ അയാളുടെ മനസ്സിൽ മുൻപേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അവസരം അയാൾ മുതലെടുക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഒടുവിൽ വീണ്ടും ഇഷയെ കാണുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അഭിഷേക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.